ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം. രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. 2 ദിവസമായി രാസക്രീഡ എന്ന ഭാഗമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് കൃഷ്ണായനത്തിലെ. അത് മുഴുവനായിരുന്നില്ല, അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെയും കേൾപ്പിക്കുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപായി പതിവ് പോലെ ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവരും കേൾക്കാനിരിക്കുമ്പോൾ തന്നെ ലൈക്കും പ്രിയപ്പെട്ടവർക്ക് ഷെയറും കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണായനം. രാസക്രീഡ തുടർച്ച. കണ്ണനെ കാണാഞ്ഞ് ഉദ്വേഗഗാത്രികളായ ഗോപികമാർ ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിൽ, രത്നഗുഹകളിൽ, പുൽമേടുകളിൽ കണ്ണനെ തിരഞ്ഞു. എങ്ങും അവർ കേശവനെ കണ്ടില്ല. ഗോപികമാരിൽ വിരഹം വളർന്നു. വേദന ഉന്മാദമായി. മുല്ലപ്പൂക്കൾ കുങ്കുമപ്പൂക്കളായി തോന്നി. പനിമതി കത്തിജ്വലിക്കുന്നതായി അവർ കണ്ടു. കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഗോപികമാർ വനതടങ്ങൾ കയറിയിറങ്ങി. മുള്ളുകളിലുടക്കി വസ്ത്രങ്ങൾ കീറിയതറിഞ്ഞില്ല. വള്ളികൾ വലിഞ്ഞ് വക്ഷോദങ്ങൾ തിണർത്തത് അവർ ഓർത്തില്ല. ഖരപാഷാണങ്ങളിൽ ഉരസി ചെമ്പഞ്ഞിച്ചാറു തേച്ച പാദങ്ങൾ രക്തം പൊടിഞ്ഞത് ഗോപികമാരറിഞ്ഞില്ല. പനിമതി വൃക്ഷഛായകൾക്കിടയിലൂടെ പുഞ്ചിരി തൂകുന്നതും നക്ഷത്രകുമാരികൾ കൺചിമ്മുന്നതും അവർ കണ്ടില്ല. ഗോവർദ്ധനത്തിൽ നിരന്തരം പ്രകാശം തൂവി നിൽക്കുന്ന രത്നഗുഹകളിൽ അവർ മേഘവർണ്ണനെ തിരഞ്ഞു. അനുരാഗത്തിൻ്റെ തീവ്രത എന്തെന്ന് അവരറിഞ്ഞു. വേർപിരിയുമ്പോഴാണ് സ്നേഹം ഉന്നതമാകുന്നതെന്നും ഗോപികമാർ അറിഞ്ഞു. ആമ്പൽ മൊട്ടുകളോടും ആകാശത്ത് ഇലവിടർത്തി കുടയാക്കിയ അശ്വത്ഥത്തോടും ആമ്രവൃക്ഷത്തോടും കദംബമരത്തോടും മുല്ലപ്പൂക്കളോടും മാൻകൂട്ടത്തോടും ഗോപികമാർ കണ്ണനെ അന്വേഷിച്ചു. പരിഭവം പറഞ്ഞും കാമകേളി പൂർത്തീകരിക്കാതെ മറഞ്ഞതിൽ അസ്വസ്ഥതയോതിയും കുജതടങ്ങളിൽ കരങ്ങൾ അമർത്തി കണ്ണനെ ഓർത്തും തീവ്രമാലുമുറ്റി ചിന്താക്ലാന്തരായി പരിഭ്രാന്ത ചിത്തരായി ഗോപവനിതമാർ വനങ്ങളിൽ അലഞ്ഞു. സമയം എന്തായെന്ന് ഗോപികമാർ ഓർത്തില്ല. ഭവനത്തെക്കുറിച്ചോ സ്വന്തം ബന്ധങ്ങളെ പറ്റിയോ ഗോപാംഗനമാർ ചിന്തിച്ചില്ല. അവരുടെ നിലവിലും കനവിലും അധരപുടത്തിലും മിഴിത്തുമ്പിലും കണ്ണൻ മാത്രമായിരുന്നു. കണ്ണനോ? ഗോപവനിതമാരുടെ സമീപത്തു നിന്നും മറഞ്ഞ ഗോപാലൻ ശരത്ചന്ദ്രവനത്തിലെത്തി. ഗോവർദ്ധനത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശമാണവിടം. യമുന മണൽത്തട്ടിനെ നീലക്കൈകൾ കൊണ്ട് വെണ്ണുരക്കാപ്പണിയിക്കുന്നു. കാളിന്തിയുടെ ഹൃദയത്തിൽ സാരസങ്ങൾ ക്രീഡിക്കുന്നു. യമുനയിലേക്ക് കണ്ണെറിഞ്ഞ് നിൽക്കുന്ന നീലക്കടമ്പ് ആമൂലം പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് ആ വൃക്ഷം. ഒരു തുള്ളി മഞ്ഞ ഉള്ളിൽ വഹിച്ചു നിൽക്കുന്ന മുല്ലപ്പൂക്കളിൽ പൂത്തുമ്പികൾ പാറുന്നു. കുങ്കുമവർണ്ണം കലർന്ന മന്ദാരപ്പൂക്കൾ കടമ്പിനു ചുറ്റും വിരിഞ്ഞ് പരിമളം പരത്തുന്നു. വനജ്യോത്സന തൂവാർത്തിങ്കൾ നീലാകാശത്ത് നൃത്തം വയ്ക്കുന്നു. വനജ്യോത്സന തൂവി വാർത്തിങ്കൾ നീലാകാശത്ത് നൃത്തം വയ്ക്കുന്നു. അഭൗമമായ കാന്തിപ്രസരം കൊണ്ട് അലൗകിക പരിവേഷം ചാർത്തിയ ആ സ്ഥലം ഗോലോകം തന്നെ. നീലക്കടമ്പിന് താഴെ മസൃണമായ ഒരു ശിലാതലം. യമുനയുടെ കരങ്ങൾ ശിലാതലത്തെ തൊട്ടുരുമ്മി ആനന്ദിക്കുന്നു. കടമ്പിൻ പൂക്കൾ പാറപ്പുറത്ത് നിറഞ്ഞു മലർമെത്തയായി. മസൃണ ശിലാതലത്തിൽ ഒരു വശത്തേക്ക് അല്പം ചരിഞ്ഞ് മിന്നൽ മഞ്ഞിലിറങ്ങി സാന്ദ്രീഭവിച്ചതുപോലെ ഒരു ലാവണ്യധാമം ഇരിക്കുന്നു. അവളുടെ വലത്തെ കാലിൻ്റെ പെരുവിരൽ കാളിന്തിയിൽ താമരമൊട്ടാകുന്നു. അനവധ്യ സുന്ദരമായ പൂവലങ്കങ്ങൾ അശ്രദ്ധയോടെ അവൾ മറച്ചിരിക്കുന്നു. അറ്റം മെടഞ്ഞ കബരി ശിലാതലത്തെ മറച്ച് ചിതറിക്കിടക്കുന്നു. കടമ്പ് ചാർത്തിയ പൂക്കൾ കൊണ്ടും മിന്നാമിനുങ്ങിൻ കൂട്ടം കൊണ്ടും
അവളുടെ മുടിക്കെട്ട് വിവിധ രത്നങ്ങൾ ചാർത്തിയ പോലെ ശോഭിക്കുന്നു. മാരിവിൽ കറ്റ പോലെ മനോഹരാംഗിയായ ആ പെൺമണി പരിസരം മറന്നിരിക്കുകയാണ്. അടുത്തേക്ക് നടന്നു വരുന്ന യുവകോമളനെ അവൾ കാണുന്നില്ല. സഞ്ചരിക്കുന്ന ദീപം പോലെ കാന്തി വഹിക്കുന്ന ആ സുന്ദരൻ അവളുടെ പിന്നിലെത്തി പ്രണയപൂർവം മൊഴിഞ്ഞു, രാധേ. ഏകാന്ത സാന്ദ്രമായ ആ പൗർണമിയിൽ പൂർണ്ണകാമയായി വർത്തിക്കുന്ന രാധ ആ വിളി കേട്ടില്ല. പിന്നിൽ നിൽക്കുന്ന മണിവർണ്ണൻ തൻ്റെ പൊന്നോടക്കുഴൽ കൊണ്ട് അവളുടെ നെറുകയിൽ തൊട്ടു. രാധ ഞെട്ടി ഉണർന്നു. കണ്ണുകൾ വിടർത്തി അത്ഭുത പാരവശ്യത്തോടെ പിന്നിലേക്ക് നോക്കി. പനിമതിയുടെ പ്രകാശം നീലമേഘത്തിൽ പരന്നു. മണിമയവും മനോഹരവുമായ മകരകുണ്ടലങ്ങളുടെ പ്രകാശം വീണ കവിൾത്തടത്തോടു കൂടിയവനും അഭീഷ്ടദായകനും പീതാംബരധാരിയുമായ കണ്ണൻ്റെ പാദാബ്ജത്തിൽ മറ്റൊരു താമരപ്പൂ അമർന്നു. രാധയെ പ്രേമപൂർവം കണ്ണൻ കൈപിടിച്ചുയർത്തി. ആദ്യ സമാഗമ വേളയിൽ ഉണരുന്ന നാണം പൂപുഞ്ചിരിയിൽ പൊതിഞ്ഞ് കവിളിൽ പടരുമ്പോൾ പൊടിയുന്ന സ്നിഗ്ധ മാധുര്യം രാധയിൽ പ്രകാശിച്ചു. പൂർവസമാഗമ സുഖം പോലെ കണ്ണുകൾ വിടർന്നു. വാർകൂന്തലഴിഞ്ഞ് പൂ പൊഴിഞ്ഞു. മാർത്തട്ടുയർന്നു. സുരതാലസ്യയായ കൃശശരീരയെ പോലെ രാധ കുഴഞ്ഞ് കണ്ണൻ്റെ മാറിലേക്ക് അമർന്നു. തേന്മാവ് മുല്ലവല്ലിയെ ആലിംഗനം ചെയ്തു. തളിരിട്ട പൂവിട്ട മുല്ല തേന്മാവിനെ ചുറ്റിപ്പിണഞ്ഞു. ഇളം കാറ്റ് മുല്ലയെ ഊഞ്ഞാലാട്ടി. കണ്ണാ, പൊന്നുണ്ണിക്കണ്ണാ, ഈ ഏഴയിൽ രാസനടനം തുടരൂ. അവനിയുടെ ഉദയം മുതൽ ആദികാമവുമായി നിന്നെ കാത്തിരുന്നവളാണീ രാധ. പിന്നെ എത്ര കാലം പ്രകൃതി പൂക്കുകയും വലിക്കുകയും ചെയ്തു. യമുന കോൾമയിർ കൊള്ളുകയും ശൃംഗാര നടനം നടത്തുകയും ചെയ്തു. ജ്യോതിർഗോളങ്ങൾ എത്ര വട്ടം ചുറ്റിക്കറങ്ങി. പക്ഷേ രാധ വിരഹിയായി തന്നെ കഴിഞ്ഞു. ഇതാണ് കാലം, രാസക്രീഡാ നിമിഷം, രാധയെ പൂർണ്ണയാക്കാനുള്ള അനവധ്യ സുന്ദര മുഹൂർത്തം. കണ്ണൻ പറഞ്ഞു, രാധേ, നിന്റെ ഏത് അഭീഷ്ടവും സാധിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. പ്രണയപരവശയായ രാധ പറഞ്ഞു, മാധവ, അങ്ങ് എന്നോടൊപ്പം രാസനടനം ആടണം. അതിൻ്റെ പാരമ്യത്തിൽ അങ്ങ് എന്നെ നടനവേദിയാക്കണം. കണ്ണൻ രാധയുമൊത്ത് രാസനടനം തുടങ്ങി. രാധയുടെ നൂപുരങ്ങളും അരഞ്ഞാണവും കിലുങ്ങി. വേണുഗാനത്തിന് അത് താളമായി. പാദങ്ങൾ ചലനസുഭഗങ്ങളായി. കൈകൾ മുദ്രീകൃതങ്ങളായി. കരവല്ലികൾ ഗ്രഹിച്ച് വട്ടം കറങ്ങിയും ജഗനം ജഗനത്തോട് ചേർത്ത് ഇരുവശത്തേക്കും മലർന്നും നിതംബം മണികത്തോട് ചേർത്ത് വശങ്ങളിലേക്ക് മാരിവില്ലുപോലെ ചെരിഞ്ഞും നിതംബം നിതംബത്തോട് ചേർന്ന് ഇരുവശങ്ങളിലേക്കും കമിഴ്ന്നും നിവർന്നും വട്ടം കറങ്ങിയും നെറ്റിയോട് ചേർത്ത് പാദങ്ങൾ ചലിപ്പിച്ച് കറങ്ങിത്താണും ഉയർന്നും നാസിക തുമ്പിൽ ചേർത്ത് ഉഡ്ഡയനം ചെയ്തും കണ്ണുകളിൽ നോക്കി ഉന്മീലനം നടത്തിയും സ്തനതടങ്ങൾ കാൽമുട്ടു മുതൽ നാസിക തുമ്പ് വരെ അമർത്തി ഉരസി ആന്തോളനം നടത്തിയും ചൂഴ്ന്ന് എഴുന്നമർന്ന രാസനടനം ജഗന്മോഹനമായി തുടർന്നു. ദേവന്മാരും ഋഷിവര്യന്മാരും ത്രിമൂർത്തികളും ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും ഈ നടനം കണ്ട് രസവിസ്മൃതിയിലാണ്ടു നിന്നു. സമയം എത്ര നീങ്ങിയെന്നറിഞ്ഞില്ല. രാധ തളർന്നു. മാധവന്റെ മാറിൽ അമർന്നു. അപ്പോഴേക്കും മാധവനെ അന്വേഷിച്ചിറങ്ങിയ ഗോപികമാർ ശരചന്ദ്രവനത്തിലെത്തി. ഗോപികമാർ തീർത്തും പരവശരായിരുന്നു. മാധവൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി. മാരിവില്ല് മഞ്ഞിലിറങ്ങിയാൽ സന്തോഷിക്കുന്ന മയിൽപേടകൾ പോലെ മൃഗനയനിമാർ കുതൂഹല ചിത്തരായി. ഗോപികമാർ ആനന്ദചിത്തരായി കണ്ണന് ചുറ്റും നിന്ന് രാസഗാഥ പാടുവാൻ തുടങ്ങി. കണ്ണൻ വേണു വായിച്ചു. ആടിയും പാടിയും ആ രാസക്രീഡാ സംഘം യമുനാ നദിക്കരയിലെത്തി. ജലക്രീഡയ്ക്ക് ആഗ്രഹം തോന്നിയ ഗോപികമാർ കണ്ണനുമൊത്ത് കാളിന്തിയിൽ ഇറങ്ങി. രോമാഞ്ചദായകവും നവനീത സമവുമായ ദാമോദരന്റെ ശരീരം യമുന മാറിൽ താങ്ങി. സുഖമനുഭവിച്ച കാളിന്തി ഒഴുകുവാൻ മറന്നു നിന്നു. സുന്ദരിമാർ സ്വർണ്ണ മത്സ്യങ്ങൾ പോലെ നീന്തി തുടിച്ചു. ഗോപികമാരുടെ മുടിച്ചാർത്തിൽ നിന്നും പൊഴിഞ്ഞു വീണ പൂക്കളും
പൊട്ടിച്ചിതറിയ മാലകളും ചേർന്ന നദീജലം തങ്കലിപികൾ കൊണ്ടെഴുതിയ കാവ്യം പോലെ ശോഭിച്ചു. കരിവീരനും കരീണികളും പോലെ കണ്ണനും ഗോപികമാരും ജലക്രീഡ നടത്തി. കണ്ണനും ഗോപികമാരും നദിക്കരയിൽ കമിഴ്ന്നും മലർന്നു കിടന്നും നീലാകാശത്തിൽ വിടർന്നു നിന്ന ചന്ദ്രൻ പുഞ്ചിരി പൂനിലാവൊഴുക്കി അവരുടെ മനസ്സിൽ അങ്കജഭാവം വളർത്തി. രതിനടനം പൂർണ്ണമാവാൻ ഇനി നിമിഷങ്ങൾ മാത്രം. കണ്ണനും ഗോപികമാരും ലതാനികുഞ്ചങ്ങളിൽ പ്രവേശിച്ചു. പ്രപഞ്ചം വൃന്ദാവനത്തിലേക്ക് ചുരുങ്ങി വന്നു. പൂക്കൾ പതിവ് വിട്ട് കണ്ണു തുറന്നു. പൂമ്പാറ്റകൾ അല്ലികളിൽ അമർന്നു. വൃന്ദാവനവും ഗോവർദ്ധനവും രഹസ്യലീലയ്ക്കായി വെമ്പി. കാളിന്തിയിലെ ജലക്രീഡയിൽ നനഞ്ഞ വസ്ത്രങ്ങളുമായി വിടരുവാൻ വെമ്പുന്ന കേതകിപ്പൂ പോലെ ഗോപികമാർ കണ്ണന്റെ മുമ്പിൽ നിന്നു. അതരങ്ങൾ പാതി മലർന്ന് പൂഞ്ചായൽ തെല്ലഴിഞ്ഞ് ആലില വയറിൽ അങ്കജരേഖകൾ തെളിഞ്ഞ് നിറവത്ത മാറിടം നിലവിട്ടുയർന്ന് ജഗനം തരിച്ച് നിതംബം തൊടുത്ത് അകക്കണ്ണ് തെളിഞ്ഞ് അതീന്ദ്രിയ ആഹ്ലാദത്തുന്തിലരായി ഗോപികമാർ സർവരാഗങ്ങളും ഉള്ളിൽ ആവാഹിച്ചു നിന്നു. കണ്ണനും ഗോപികമാരും രഹസ്യലീല ആരംഭിച്ചു. ദാമോദരന്റെ കളയബരത്തിലൂടെ മിന്നലുകൾ പടർന്നു കയറി. നീലമേഘത്തിന്റെ നിറവിൽ ഗോപികമാർ അമർന്നു. ഇതാണ് രഹസ്യരാസലീല, നിതാന്ത ചലനത്തിന്റെ ഉന്നതഭാവം. എത്ര നിമിഷങ്ങൾ കടന്നുവെന്നറിയില്ല. അമ്പിളിക്കല തുമ്പമൊഴിഞ്ഞ് കാർമേഘത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തു. കാർമേഘം അമ്പിളിയെ പൊതിയുകയും ആവാഹിക്കുകയും ചെയ്തു. നീലമേഘത്തിന്റെ ആർദ്രത അമ്പിളിക്ക് തണുപ്പേകി. ഒരു സൂക്ഷ്മ നിമിഷത്തിൽ അമ്പിളിയും കാർമേഘവും ലയിച്ചു നിന്നു. ആ മുഹൂർത്തത്തിൽ ബ്രഹ്മാണ്ടത്തിന്റെ ചലനം നിന്നു. സർവ്വതും നിശ്ചലമായി. നീലമേഘം പെയ്തിറങ്ങി. അമ്പിളി ആർദ്രയായി. വൃന്ദാവനത്തിലെ ശിലാതലങ്ങളിൽ, നികുഞ്ചങ്ങളിൽ, രത്നഗുഹകളിൽ, മണൽത്തിട്ടകളിൽ, പുൽപ്പരപ്പുകളിൽ രാസക്രീഡ പൂർണ്ണമാക്കിയ ഗോപികമാർ രതിലാസ്യത്തിൽ മയങ്ങി. കണ്ണനെ അവർ യാഥാർത്ഥ്യ ബോധത്തോടെ ദർശിച്ചു. ശരീരത്തിലെയും മനസ്സിലെയും തമസ്സകന്ന് അവർ വിശുദ്ധരായി. ഉലയിൽ ഊതിത്തളിച്ച സ്വർണ്ണക്കമ്പി പോലെ അവർ തെളിഞ്ഞു വിലസി. ഹാവഭാവങ്ങൾ മാറി, സ്തോഭങ്ങൾ അടങ്ങി, കാമത്തിന്റെ ഫൂൽക്കാരം ഒട്ടൊതുങ്ങി. വിഷ്ടഭനാഥന്റെ പൂർണ്ണത കണ്ട് സത്യത്തിന്റെ ഹിരൺമയമുഖം ദർശിച്ച് അവർ പൂർണ്ണരായി. കണ്ണൻ ആരെന്നവർ അറിഞ്ഞു. ഒരു ജന്മം കൊണ്ടറിയാത്ത സത്യം മുഹൂർത്തങ്ങൾക്കകം അവർ മനസ്സിലാക്കി. പരമപുരുഷനെ ജീവാത്മാവ് ഏത് രീതിയിലാണോ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നത്, ആ രീതിയിൽ പരമേഷ്ടി അവരിൽ പരമഭാവം വയ്ക്കുമെന്ന് ഗോപികമാർ മനസ്സിലാക്കി. സ്നേഹത്തിന്റെ ഉദാത്ത മേഖലകളിലേക്ക് കണ്ണൻ തങ്ങളെ നയിച്ചത് എന്തുകൊണ്ടാണെന്നും ഗോപികമാർ ഓർത്തു. യുഗങ്ങളിലൂടെ വളർന്നു വന്ന ആഗ്രഹത്തിന്റെ പൂർത്തീകരണം. ഇത് പരമസാക്ഷാത്കരണം. കണ്ണൻ പൂർണ്ണഭാവം തന്നെ. ഈ ബ്രഹ്മാണ്ടം പ്രളയത്തിലെത്താൻ കാലമാവുന്നു. ഗോപികമാരോട് കൂടി സ്ത്രീത്വം പരമകാഷ്ഠയിലെത്തുന്നു. പിന്നെ വേലി ഇറക്കമാണ്. ഈ പരിശുദ്ധ സത്യം രാസലീലയിൽ തെളിയുന്നു. ഒരു പൂ വിരിയുന്നതിൻ്റെ പിന്നിലൊരു സത്യനിമിഷമുണ്ട്. അത് പരമേഷ്ടിക്ക് മാത്രമുള്ള അറിവാണ്. ഭൗതിക ജീവികൾക്ക് ആകെയുള്ളത് അതിശയം എന്ന വികാരത്തിൻ്റെ ആരോഹണാവരോഹണം മാത്രം. ഗോപികമാർ തൃപ്തകാമരായി എഴുന്നേറ്റു. അവർ വൃന്ദാവനത്തിലെത്തിയ ഗോപികമാരായിരുന്നില്ല. രണ്ടാം ജന്മം കിട്ടിയ സുന്ദരികളും സുശീലകളുമായിരുന്നു. ഗോപവനിതമാർ കണ്ണനെ നമസ്കരിച്ചു. ആഹ്ലാദം തുറ്റിട്ട മുഖവുമായി ഗോപാലന്റെ അനുവാദത്തോടെ സുഭഗഗാത്രികൾ ആയർ കുലത്തിലേക്ക് നടന്നു. ഇതോടുകൂടി രാസക്രീഡ എന്ന ഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ദിവസം മറ്റൊരു ഭാഗവുമായി എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.